ഇപ്പോൾ 400 CSFിൻ്റെ സേനാംഗങ്ങളെയാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് വിന്യസിച്ചിട്ടുള്ളത്. കൂടുതൽ സേനാ വിഭാഗങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, അവധിയിൽ പോയിട്ടുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ഇവരെയൊക്കെ തന്നെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ CSFിൻ്റെ ഓപ്പറേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഈ അപകടം നടന്ന സമയം മുതൽ CSFിൻ്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. ആദ്യഘട്ടത്തിൽ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം. ഇപ്പോൾ PT ചാക്കോ അഹമ്മദാബാദിൽ നിന്ന് ഒരു മലയാളി ചേരുന്നുണ്ട്. ശ്രീ ചാക്കോ, താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചാൽ. ഹലോ, പറഞ്ഞോളൂ. പറയാം. ഈ അപകടം നടന്നത് എയർപോർട്ടിന് ഒരു 2 കിലോമീറ്റർ അകത്താണ്. ഈ പ്ലെയിൻ വന്ന് വീണത് അവിടെ ഒരു BJ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് ഏഷ്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മെഡിക്കൽ കോളേജാണ്. അപ്പൊ അതിന്റെ കോമ്പൗണ്ടിലാണ് വന്ന് വീണിരിക്കുന്നത്. അതിന്റെ റൺവേയിൽ നിന്ന് ഒരു 1.5-2 കിലോമീറ്ററിൽ കൂടുതലില്ല ഈ കോമ്പൗണ്ട്. ഇറ്റ്സ് എ ബിഗ് കോമ്പൗണ്ട്. അതാണ് അവിടുത്തെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ശ്രീ PT ചാക്കോ, അടുത്ത് എയർപോർട്ടിന് അടുത്താണല്ലോ ഈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ ഈ ആശുപത്രിയുടെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിന്റെ മെസ്സാണ് പ്രവർത്തിച്ചത്. നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് അവിടുത്തെ ദൃശ്യം. അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് അവിടുത്തെ ദൃശ്യങ്ങൾ വരുന്നത്. അത് സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിവ്? അല്ല, അത് ആ ഹോസ്റ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തന്നെയാണ്. അവിടുത്തെ MBBS സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലാണ്. അത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ലാർജ് ഏരിയ ആണ്. അതിനകത്ത് തന്നെയാണ് ഈ കോമ്പൗണ്ട്. അത് അവിടെ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല. ഒരു എയർപോർട്ടിന്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് വലിയ ബിൽഡിംഗ് ഒന്നുമില്ല. ഒരു 3 നില കെട്ടിടം, മാക്സിമം 3 നില കെട്ടിടം മാത്രമേ അലവ് ചെയ്യാറുള്ളൂ എയർപോർട്ടിന്റെ അടുത്ത്. നമ്മളില്ലേ, അതിന്റെ റൺവേയുമായിട്ട് ഒരു 1.5 കിലോമീറ്റർ അകലാണ്. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊക്കെ വലിയ ആശങ്കയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ദൃശ്യം നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അവിടേക്കുള്ള പ്രാദേശികമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ എന്താണ് പറയുന്നത്? മീഡിയയിൽ പറയുന്നുണ്ട്, അത് കൺഫേം ആയിട്ടില്ല ഇതുവരെ. ഗുജറാത്ത് മീഡിയകളിൽ ഇങ്ങനെ ഒരു വിജയ് രൂപാണി വാസ് അവിടെ നമ്മുടെ ലൈനിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിട്ടില്ല പുള്ളിയുടെ പദവി. എന്താണെന്ന് വെച്ചാൽ ഈ വീണ് ഫ്ലൈറ്റ് കംപ്ലീറ്റ് കത്തിപ്പോയെന്നുള്ളതാണ് നമ്മുടെ കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നത്, അവിടെ ആൾക്കാർ പറയുന്നതും. അപ്പൊ ഈ അവിടെ വന്ന് ഇൻജേർഡ് ആയ ആൾക്കാര്, ഈ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഈ സ്റ്റുഡൻസ് ആണോ അതോ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ സെക്യൂരിറ്റിയാണ്, അങ്ങോട്ട് ആരും കയറ്റിവിടുന്നില്ല. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും തന്നെ ഏകദേശം എത്ര സ്ഥലം ചുറ്റളവിൽ ആശുപത്രികളൊക്കെ ഉണ്ടായിരുന്നു? ഏറ്റവും വേഗത്തിൽ തന്നെ ആളുകളൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നല്ലോ അല്ലേ? ആശുപത്രി കോമ്പൗണ്ട് തന്നെയാണ്, BJ മെഡിക്കൽ കോംപ്ലക്സിന്റെ കോമ്പൗണ്ട് തന്നെയാണിത്. അപ്പൊ എല്ലാവരും തന്നെ അവിടെയാണോ അതോ മറ്റെവിടേക്കെങ്കിലും മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ രോഗികളുടെ ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ശരി ശരി, വളരെ നന്ദി ശ്രീ PT ചാക്കോ. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും അങ്ങേ ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾ അറിയാനായി. എന്തായാലും രാജ്യത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് അഹമ്മദാബാദ് ലണ്ടൻ വിമാനം, എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പറന്നുയർന്ന് 1 മിനിറ്റിനുള്ളിൽ തന്നെ 625 അടി മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ വിമാനം താഴേക്ക് പോരുകയായിരുന്നു. വിമാനം പതിച്ചത് അവിടുത്തെ ഒരു ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടിയായിരുന്നു. അവിടെയും ആളുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾ ക്യാൻറ്റീനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ എത്തുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ അപകട വിവരങ്ങൾ എത്രയാണെന്ന്